വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ, ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ, ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുമില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഞാൻ. ഞാനൊട്ടും പിന്മാറുമില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ, ജയം എനിക്കുണ്ട്. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ, ജയം എനിക്കുണ്ട്. ലോകത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനനല്ല. ലോകത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനനല്ല. സാത്താന്റെ ശക്തി എന്റെ ശാപബന്ധനത്തിന്റെ ജയം എനിക്കുണ്ട്. സാത്താന്റെ ശക്തി എന്റെ ശാപബന്ധനത്തിന്റെ ജയം എനിക്കുണ്ട്. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനനല്ല. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനനല്ല. സാത്താന്റെ ശക്തി എന്റെ ശാപബന്ധനത്തിന്റെ ജയം എനിക്കുണ്ട്. സാത്താന്റെ ശക്തി എന്റെ ശാപബന്ധനത്തിന്റെ ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുമില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഞാൻ. ഞാനൊട്ടും പിന്മാറുമില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഞാൻ. ഉത്തമഗീതം 5-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ. സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളോവേ, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? നീ ഇങ്ങനെ ഞങ്ങളോട് ആണയിടേണ്ടതിന് നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പും ഉള്ളവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. ജീവവചന ധ്യാന ചിന്തയുടെ എല്ലാ കേൾവിക്കാരെയും അനുഗ്രഹീതമായ നല്ല സമയം ഈ വചന കേൾവിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാണപ്രിയന്റെ വർണ്ണന എന്ന വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കൂടപ്പിറപ്പുകളെ, സത്യത്തിലും ആത്മാവിലും സത്യദൈവത്തെ ആരാധിക്കുവാൻ ഇറങ്ങിയ വിശുദ്ധന്മാർ, അവർ ക്രിസ്തീയ സമൂഹങ്ങളിൽ നിന്നും മറ്റിതര സംഘടനകളിൽ നിന്നും നിരവധി ചോദ്യങ്ങൾ നേരിടുന്നവരാണ്. നിങ്ങളുടെ ആരാധനയ്ക്ക് മാത്രമാണോ, നിങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന് മാത്രമാണോ ഏറെ വിശേഷതയുള്ളത്? നിങ്ങളുടെ ആരാധനയ്ക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത? നിങ്ങളുടെ രക്ഷകനായ ക്രിസ്തുവിന് മാത്രം എന്താ ഇത്ര വലിയ പ്രത്യേകത? ഞങ്ങളുടെ ആരാധന ശരിയായ ആരാധനയല്ലേ? ഞങ്ങളും യേശു കർത്താവിനെ സ്നേഹിക്കുന്നവരല്ലേ? ഞങ്ങളും വിശ്വാസികളല്ലേ? ഇങ്ങനെ ചോദ്യങ്ങൾ നേരിടുന്ന വിശ്വാസികൾക്ക് ശൂലേമിയെ പോലെ അവൾ അവളുടെ പ്രാണപ്രിയനെ വർണ്ണിക്കുന്നത് പോലെ ഉറപ്പോടെ ധൈര്യത്തോടെ പറഞ്ഞതുപോലെ തങ്ങളുടെ ആത്മമണവാളനായ യേശുക്രിസ്തുവിന്റെ രക്ഷണ്യ പ്രവൃത്തികളെക്കുറിച്ചും സത്യാരാധനയുടെ പ്രത്യേകതകളെക്കുറിച്ചും ഉറപ്പോടെ പറയുവാൻ കഴിയുന്നവരാണ്.
ഇവിടെ ശൂലേമി നേരിടുന്ന ചോദ്യത്തിന് നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്താണ് ഇത്ര വിശേഷതയുള്ളത് എന്ന ചോദ്യത്തിന് എന്നുള്ള പരിഹാസത്തിന് അവൾ ശക്തമായ മറുപടി പറയുകയാണ്. എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, അവൻ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. പ്രിയന്റെ സ്നേഹവും കരുതലും അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ ഇങ്ങനെ ഉറപ്പോടെ പറയുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട, പ്രിയന് വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ട ഒരു ദൈവപൈതൽ വെളിപ്പെടുത്തുന്നവരാകണമെന്നും അത് വിശ്വാസിയുടെ കടമയാണ് എന്നും പത്രോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. 1 പത്രോസ് 2:9 ഒരു വിശ്വാസി തങ്ങളുടെ വിവാഹ നിശ്ചയ പുരുഷന്റെ, അതായത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്നവരാകണം. അതിനുവേണ്ടി വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവസഭ. സഭയുടെ കാന്തന്റെ 2 അതിശ്രേഷ്ഠമായ പ്രത്യേകതകൾ ഇവിടെ വർണ്ണിക്കുന്നു. വെണ്മയും ചുവപ്പും ഉള്ളവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ. പ്രിയരെ, വെണ്മ സൂചിപ്പിക്കുന്നത് അവന്റെ ശുദ്ധിയെയും വിശുദ്ധിയെയും കാണിക്കുന്നതാണ്. പാപം ലവലേശമേൽക്കാത്ത നമ്മുടെ പ്രാണപ്രിയൻ, അവന്റെ മഹത്വത്തെക്കുറിച്ച് തിരുവചനം ഇപ്രകാരം വർണ്ണിക്കുന്നു: പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ എന്നിങ്ങനെയാണ് എബ്രായ ലേഖനത്തിൽ 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അവൻ വെണ്മ മാത്രമുള്ളവനല്ല, ചുവപ്പും കൂടിയുള്ളവനാണ്. ദാവീദ് ചുവപ്പും നിറമുള്ളവനായിരുന്നു. 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഉടനെ അവൻ ആളയച്ച് അവനെ വരുത്തി. എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയും ആയിരുന്നു എന്ന് കാണും. രാജാവായി അഭിഷേകം ചെയ്യുവാൻ കാട്ടിൽ നിന്ന് വിളിച്ചു വരുത്തപ്പെട്ട ദാവീദിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന വർണ്ണനയാണിത്. ഇസ്രയേലിലുള്ള പ്രിയന്മാർക്കൊക്കെ ചുവപ്പ് നിറമുണ്ടായിരുന്നു, എന്നാൽ അവർക്കാർക്കും വെണ്മ നിറമുണ്ടായിരുന്നില്ല. എന്നാൽ ഇവളുടെ കാന്തന് ചുവപ്പ് മാത്രമല്ല വെണ്മയും ഉണ്ടായിരുന്നു എന്നത് അതിസന്തോഷത്തോടെ വിളിച്ചു പറയാൻ അവസരം കിട്ടിയപ്പോൾ അവൾ അത് വിളിച്ചു പറയുകയാണ്. വെണ്മ നിറം കൊണ്ട് 10,000 പേരിൽ അതിശ്രേഷ്ഠനായിട്ടുള്ളവൻ എൻ്റെ പ്രാണപ്രിയൻ. കാരണം ഇവൾ തൻ്റെ പ്രിയനെ തൊട്ട് സ്പർശിച്ച് അറിഞ്ഞിട്ടുള്ളവളായിരുന്നു. ചുവപ്പ് എന്നതിൻ്റെ മൂലനാമം ആദാം അല്ലെങ്കിൽ മനുഷ്യൻ എന്നാണ്. അവൻ വെണ്മയുള്ളവൻ, വിശുദ്ധൻ എന്ന് മാത്രമല്ല ചുവപ്പുമുള്ളവൻ. അർത്ഥാൽ എനിക്ക് സ്നേഹിപ്പാൻ, സ്പർശിക്കാൻ കഴിയത്തക്ക വിധം ജഡരക്തമെടുത്തിരിക്കുന്ന ദൈവമാണവൻ എന്നാണ് അവൾ വെളിപ്പെടുത്തിയത്. എബ്രായ ലേഖനം 2:14 നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. എനിക്ക് സ്നേഹിക്കുവാനും എന്നെ സ്നേഹിക്കുവാനും കഴിയുന്നവനായ, വെണ്മയും ചുവപ്പുമുള്ളവനായ, അതിശ്രേഷ്ഠനായ 10,000 പേരിൽ അതിസുന്ദരൻ. 10,000 പേർക്ക് തുല്യൻ എന്നതിലും അധികം, അവരിൽ അതിശ്രേഷ്ഠൻ. ഈ അതിശ്രേഷ്ഠനായവനെയാണ് 10,000 10,000-ഉം 1,000-1000-ഉം ചേർന്ന് അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞാർക്കുവാൻ പോകുന്നു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആർപ്പ് എടുക്കപ്പെട്ടവരിൽ നിന്ന്, വിശുദ്ധന്മാരിൽ നിന്ന് സ്വർഗത്തിൽ ഉണ്ടാകും എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ പ്രാണപ്രിയനായ കർത്താവിനെ കുറിച്ച് കോരഹപുത്രന്മാർ ആത്മാവിൽ വർണ്ണിക്കുമ്പോൾ പാടുന്നത്: നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ എന്ന സങ്കീർത്തനം 45-ൽ വായിക്കും. ശൂലേമി കാന്തനെ അവൻ വെണ്മയും ചുവപ്പുമുള്ളവനെന്ന് പറയുമ്പോൾ സ്വർഗസിംഹാസനത്തിൽ ഇരിക്കുന്നവനായ ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ കാണുന്നത് ഇപ്രകാരമാണ്: ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ എന്ന് വെളിപ്പാട് പുസ്തകം 4-ൽ കാണാൻ കഴിയുന്നു. ഇസ്രായേൽ കന്യകമാർ പല പ്രിയന്മാരെ ശൂലേമിക്ക് പരിചയപ്പെടുത്തുമ്പോഴും അവളുടെ മനസ്സ് ഇളകുന്നില്ല, ചാഞ്ചാടുന്നില്ല. കാരണം അവളുടെ പ്രിയനെ കുറിച്ചുള്ള അവളുടെ ഉറപ്പ് സുദൃഢമാണ്.
കാന്തയുടെ മനസ്സിളക്കാൻ നോക്കിയവർക്ക് ഇനി അറിയേണ്ടത് അവളുടെ പ്രിയന് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത എന്നുള്ളതാണ്. ആ കടമയാണ്, ആ ഉത്തരവാദിത്വമാണ് ശൂലേമി നിർവഹിച്ചത്, കാന്ത നിർവഹിക്കേണ്ടത്. പ്രിയരെ, ഭൂമിയിലെ പ്രിയന്മാർ ഇരുണ്ടവരാണ്. ഇരുട്ടിൻ്റെ അധികായ സ്വഭാവ ഗുണങ്ങളുള്ളവരാണവർ. ഇരുട്ടിൻ്റെ സ്വഭാവമായ ഭോഷ്ക് പറയുന്നവരും മ്ലേച്ഛത നിറഞ്ഞവരും അനീതിയുടെ രൂപഭാവങ്ങളുള്ളവരും അന്ധകാരത്തിൽ നടക്കുന്നവരുമാണവർ. എന്നാൽ എൻ്റെ പ്രിയൻ വിശുദ്ധനും നീതിമാനുമാണ്, അവൻ വെണ്മയുള്ളവനാണ്. യുഗായുഗങ്ങളായി പിതാവാം ദൈവത്തിൻ്റെ മടിയിലിരുന്നവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ കഴിഞ്ഞിരുന്നവനുമാണവൻ. അവനിൽ ഇരുട്ട് ഒട്ടുമില്ല, അവനിൽ വെണ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ അവന് ചുവപ്പുമുണ്ട്. ക്രൂശിലെ ക്രിസ്തുവിനെ കാണുമ്പോൾ അവൻ മുൾക്കിരീടധാരിയായി, ശരീരമാസകലം ചാട്ടവാറിൻ്റെ മുറിപ്പാടുകളുള്ളവനായി, പുറം ഉഴവുചാലുകൾ പോലെ കീറപ്പെട്ടവനായി, വിലാപ്പുറത്തു നിന്ന് രക്തത്തിൻ്റെ ഉറവുചാൽ ഒഴുകുന്നവനായി, കൈകാലുകളിൽ ആണി തറയപ്പെട്ടവനായി, ശരീരമാസകലം ഉച്ചു മുതൽ ഉള്ളങ്കാൽ വരെ രക്തം വാർന്ന് ചുവന്നവനായി കാണപ്പെട്ടു. മനുഷ്യന്റെ ജീവിതത്തിലുള്ള ആത്മീയ അന്ധകാരത്തിന്റെ സകല സ്വഭാവങ്ങളെയും ആവരണങ്ങളെയും പൊളിച്ചു കളയുവാൻ അവൻ കാൽവറി ക്രൂശിൽ ചുവന്നവനായി തീർന്ന, രക്തം ചീന്തി സാക്ഷാൽ മനുഷ്യന്റെ വീണ്ടെടുപ്പുകാരനായി തീർന്നിരിക്കുന്നു. കൂടപ്പിറപ്പുകളെ, ശൂലേമി തന്റെ ഉത്തരവാദിത്വം നിറവേറ്റിയതുപോലെ സഭയാം കാന്ത തൻ്റെ മുൻപിൽ ലഭിച്ച അസുലഭ സന്ദർഭം ഏറിയ ഉത്തരവാദിത്വത്തോടുകൂടി നിർവഹിക്കണം എന്ന പത്രോസപ്പോസ്തലനിൽ കൂടിയുള്ള മുന്നറിയിപ്പ്, ആ ആഹ്വാനം നാം ഓരോരുത്തരും സ്വീകരിക്കുകയും നിറവേറ്റുകയും ചെയ്യണം. പ്രാണപ്രിയന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ നിങ്ങൾ പ്രാപ്തരായി തീർന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിക്കുക. ഉറപ്പുള്ളവരായി തീരുക. നമ്മുടെ പ്രിയൻ വെണ്മയുള്ളവൻ മാത്രമല്ല, നമുക്ക് വേണ്ടി ചുവപ്പുള്ളവനാണ്. അവൻ നമുക്ക് ഇന്ന് പ്രാപ്യനാണ്. അവൻ മാത്രം ആരാധനയ്ക്കും സ്തുതിക്കും മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യൻ. ഇതാരുടെയും മുൻപിൽ എവിടെയും വിളിച്ചു പറയുന്നവരായി തീരുക. മടി കൂടാതെ, ഭയം കൂടാതെ അവനെ സ്തുതിക്കുവാനും അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും അവൻ്റെ ഇപ്രകാരമുള്ള സൗന്ദര്യത്തെ, സൽഗുണങ്ങളെ വർണ്ണിക്കുവാനും പ്രിയരെ നമുക്കിടയായി തീരുന്നുണ്ടെങ്കിൽ അവൻ നമ്മളിൽ സന്തോഷിക്കുവാൻ ഇടയായിത്തീരും. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കുക. പരിശുദ്ധനായ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കാൻ, ഞങ്ങളുടെ പ്രാണപ്രിയൻ്റെ ആ സൗന്ദര്യത്തിൻ്റെ ആ വിശേഷതകളെ വർണ്ണിക്കുവാൻ ലഭിക്കുന്ന അസുലഭ സന്ദർഭങ്ങൾ മുഴുവനും ഉപയോഗിച്ച് കർത്താവിനെ പ്രസാദിപ്പിക്കാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ, ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനെ ഞങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യണം. ഇന്ന് പകലിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ മറുപടിയും വിടുതലുകളും കൽപ്പിക്കണമേ. ദൈവകൃപയാൽ നിറയ്ക്കണം. മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന പച്ച ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരിയ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. അവൻ്റെ വരവിന് വേണ്ടി നാം കണ്ട അവൻ്റെ സൗന്ദര്യത്തെ, ആത്മാവിൽ കണ്ട സൗന്ദര്യത്തെ വർണ്ണിച്ച് അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിച്ച് അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കാം. മാറാനാഥ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ, ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ, ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുമില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഞാൻ. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഞാൻ. അധികാരത്തോടെ കൽപ്പിക്കും ഞാൻ,
ശാപത്തിനോ പാപത്തിനോ ഞാൻ അതിനല്ല, ലോകത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അതിനല്ല. സാത്താന്റെ ശക്തി എന്റെ ശാപബന്ധനത്തിന്റെ ജയം എനിക്കുണ്ട്. സാത്താന്റെ ശക്തി എന്റെ ശാപബന്ധനത്തിന്റെ ജയം എനിക്കുണ്ട്. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അതിനല്ല, രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അതിനല്ല. സാത്താന്റെ ശക്തി എന്റെ ശാപബന്ധനത്തിന്റെ ജയം എനിക്കുണ്ട്. സാത്താന്റെ ശക്തി എന്റെ ശാപബന്ധനത്തിന്റെ ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ